എങ്ങനെയാണ് ആ ഒരു അത് ഞങ്ങൾക്ക് മഴ ഒരു വിഷയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ദിലീപേട്ട പ്രൊഡ്യൂസറാന്നുള്ള കാര്യം മറന്നുപോകും. അപ്പോൾ വരുന്ന സമയമൊക്കെ 10 മണിയൊക്കെ ആവും. 7 മണിക്ക് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ സിനിമയ്ക്കൊക്കെ ഞാൻ 8 മണിക്കൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്. CID മൂസയ്ക്ക് ഞാൻ 11-12 മണിക്കാ ചെല്ലണേ ആദ്യത്തെ പടത്തിന്. അല്ലേ ജോണി? പക്ഷേ ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം, പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസറാണ് ഈ സിനിമയ്ക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും ഒരുപക്ഷെ വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പല കാര്യങ്ങളും എനിക്ക് വളരെ ഈസി ആയിട്ട്. കാരണം ദിലീപേട്ട ഒരു നടൻ പ്രൊഡ്യൂസർ എന്നുള്ളതിനപ്പുറത്ത് ഒരു സംവിധാന സഹായിയായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ കൃത്യമായിട്ട് അറിയാം സിനിമയ്ക്ക് എന്താണ് വേണ്ടത്. ഇപ്പം ഞാൻ ഒരു ദിവസം ഷൂട്ട് തുടങ്ങി ഞങ്ങളെല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഫ്രെയിം വെച്ച് ദിലീപേട്ടൻ മേക്കപ്പ് ചെയ്ത് വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്ന് ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആർട്ട് വർക്ക് വന്നിട്ടില്ല അന്ന്. അത് അവരുടെ കുഴപ്പമല്ല, അന്ന് പല സാഹചര്യങ്ങളും കൊണ്ട് മഴയും മറ്റു പല വിഷയങ്ങളും കൊണ്ട് വിചാരിച്ച രീതിയിൽ അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്, ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇത് വർക്ക് ആവുന്നില്ല, നമുക്കിത് നാളെ എടുക്കാൻ പറ്റുമോ? ആ നാളെ എടുക്കുക, നീ വേറെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യും. അത്ര പെട്ടെന്ന് നമുക്കൊരു ആൻസർ കിട്ടി. കാരണം അങ്ങനെ അടുത്തൊരു സീൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ നഷ്ടമാകും. അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ മടിച്ചിട്ടാണെങ്കിലും ദിലീപേട്ടൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ ഒരു രണ്ടാമതൊരു ആലോചന ഇല്ലാതെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് മാറ്റി ആലോചിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സോങ്, ഈ സിനിമയിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള എനിക്കൊരു സോങ് ഷൂട്ട് ചെയ്യണമായിരുന്നു. അത് ഒരു ലൊക്കേഷൻ, സിംഗിൾ ലൊക്കേഷൻ, ദിലീപേട്ടൻ മാത്രമാണ് അതിനകത്ത് ആ സോങ്ങിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ആ സോങ്ങിൻ്റെ ഇമോഷൻ എങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുവരാമെന്ന് പല ആലോചനയിൽ നിന്നാണ് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് നേരം വർക്ക് ചെയ്ത് ബൃന്ദാ മാസ്റ്ററാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മാസ്റ്റർ അടുത്ത് ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഇപ്പോൾ സോങ് മുമ്പോട്ട് പോകുന്നത്, നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത സ്കെഡ്യൂളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ പ്രൊഡ്യൂസർ ദിലീപേട്ടനാണ് ഞാൻ പറയുന്നത്. പ്രൊഡ്യൂസർ ദിലീപേട്ടന് ഒരു രണ്ടാമതൊരു ആലോചനയില്ല. ഓക്കെ, കാരണം അത്രമാത്രം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്.